വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുനഃപ്രതിഷ്ഠയുടെ 400-ാം വാർഷികം വിവിധ തിരുക്കർമ്മങ്ങളോടുകൂടി ഈ വർഷം ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഴ്ചയിൽ കുരിശിന്റെ വഴിയോടുകൂടി ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ ഏതാണ്ട് നവംബർ മാസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് ഈ ബസിലിക്കയുടെ ആർച്ച് ബിഷപ്പായ കർദിനാൾ മൗറോ ഗംബേത്തി നമ്മെ അറിയിക്കുന്നത്. ഈ 400-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇതുവരെ സന്ദർശന അനുമതി നൽകിയിട്ടില്ലാത്ത വത്തിക്കാൻ മ്യൂസിയത്തിലെയും ബസിലിക്കയിലെ ഡോമിലെയും ഒക്കെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി സന്ദർശകർക്ക് സന്ദർശന അനുമതി ലഭ്യമാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ വത്തിക്കാൻ എന്ന് പറയുന്നത് റോമ നഗരത്തിന്റെ ഒരു പ്രാന്തപ്രദേശം മാത്രമായിരുന്നു. റോമ നഗരത്തിന്റെ അതിർത്തിയായ ടൈബർ നദിയുടെ ഓരം ചേർന്ന് കിടന്നിരുന്ന ഈ വത്തിക്കാനിലെ കുന്നിൻ ചെരുവിലാണ് വിജാതീയരെയും അതുപോലെ തന്നെ യുദ്ധ കുറ്റവാളികളുടെയും ഒക്കെ മൃതദേഹങ്ങൾ അവർ മറവ് ചെയ്തിരുന്നത്. AD 41 വരെ റോമ ചക്രവർത്തിയായിരുന്ന കലിഗുളയാണ് ഇവിടെ വത്തിക്കാൻ കുന്നിൽ ഒരു പിയാച്ച രൂപീകരിക്കുകയും അത് കായിക വിനോദത്തിനായി റോമാക്കാർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തത്. പിന്നീട് ചക്രവർത്തിയായ നീറോ ചക്രവർത്തിയാണ് ക്രൈസ്തവരെയും അതുപോലുള്ള കുറ്റവാളികളെയും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നത് കാണാൻ റോമാ നിവാസികളെ ഇവിടേക്ക് ക്ഷണിച്ചത്. അങ്ങനെയായിരിക്കണം വിശുദ്ധ പത്രോസ് ശ്ലീഹായും ഈ കുന്നിൻ ചെരുവിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടത്. ഇവിടെയാണ് ആദ്യ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ മൃതദേഹം ഇവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത് എന്നറിയാമായിരുന്ന ആദിമ ക്രൈസ്തവർ ആ കബറിടം പൂജ്യമായി കരുതുകയും വളരെ രഹസ്യമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ഉണ്ടായി. പിന്നീട് AD 150 ആദ്യമായിട്ട് ആ കബറിടത്തിന് മുകളിൽ അവർ ഒരു ചെറിയ കുടീരം നിർമ്മിച്ചത്. പിന്നീടും വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് സഭ സ്വതന്ത്രയായപ്പോൾ AD 392 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ബസിലിക്ക നിർമ്മിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെയാണ് ആദ്യത്തെ ബസിലിക്ക ഇവിടെ രൂപീകൃതമാവുകയും ചെയ്തത്. പക്ഷെ അപ്പോഴൊക്കെയും മാർപ്പാപ്പന്മാർ താമസിച്ചിരുന്നത് ജോൺ ലാട്രൻ ബസിലിക്കയിലായിരുന്നു. റോമ രൂപതയുടെ ആസ്ഥാനമായിട്ടുള്ള കത്തീഡ്രലായ ജോൺ ലാട്രൻ ബസിലിക്കയിൽ 14-ാം നൂറ്റാണ്ടിലാണ് മാർപ്പാപ്പന്മാർ ആദ്യമായി വത്തിക്കാനിലേക്ക് താമസത്തിനെത്തുന്നത്. വത്തിക്കാനിൽ താമസത്തിനെത്തിയ മാർപ്പാപ്പന്മാർ വത്തിക്കാൻ ബസിലിക്ക പുനർനിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു. കാരണം ലോകമെങ്ങും നിന്നുള്ള ധാരാളം തീർത്ഥാടകർ ഈ ബസിലിക്കയിലേക്ക് എത്തുകയും ഇതിന്റെ ശോചനീയ അവസ്ഥയിൽ വ്യസനപ്പെടുകയും ചെയ്തപ്പോൾ 1506 ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇതിന്റെ പുനർനിർമ്മാണം ഏറ്റെടുത്ത് ആരംഭിക്കുന്നത്. പിന്നീട് വിശ്വപ്രസിദ്ധരായ മൈക്കൽ ആഞ്ചലോ, ലോറൻസോ ബെർണീനി, റമാന്തെ തുടങ്ങി അനവധി ശില്പികളും കലാകാരന്മാരും ഈ മനോഹര സൗധത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ അണിനിരന്നു. അങ്ങനെ നവീകരണ പ്രക്രിയകൾ ആരംഭിച്ച് 120 വർഷങ്ങൾക്ക് ശേഷം 1626 ഉർബൻ 8-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഇത് ദേവാലയം വിശുദ്ധീകരിക്കപ്പെടുകയും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തത്.